Hello and welcome back. In this video, we'll be starting Unit 3. Unit 3 il namukku rendu sections aanu varunathu. In our first section, we'll be talking about namespaces, modules, etc. And in the second section, we'll be talking about file handling procedures. In this video, we'll be starting with the first topic, which is importing and creating modules in Python. Modules എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു when you create functions we said it is to increase modularity. അതായത് ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നു and that function can be separate from your main block. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ മോഡ്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. So one module is basically one single file containing Python statements or code or definitions. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ if it is a large software ആ സോഫ്റ്റ്വെയർ നമുക്ക് മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. Each module has some kind of a specific function or a purpose. എന്നിട്ട് ഈ മോഡ്യൂൾസിലുള്ള കോഡ് നമുക്ക് ആവശ്യാനുസരണം നമ്മളുടെ മെയിൻ മോഡ്യൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. So a module can basically define functions, classes, variables, etc. ഒരു സാധാരണ പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ പൈത്തണിലെ ഓരോ ഫയലും നമുക്കൊരു മോഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. സോ ആ മോഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കാം, ഫങ്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെയിൻ ബ്ലോക്കിൻ്റെ അകത്ത് കോഡ് ഉണ്ടായിരിക്കാം. വി മേ ഹാവ് വേരിയബിൾസ് ദാറ്റ് വി ഡിക്ലെയർഡ്. ആ മോഡ്യൂളിൻ്റെ അകത്ത് റണ്ണബിൾ കോഡും ഉണ്ടായിരിക്കും. നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ പൈത്തൺ പ്രോഗ്രാംസും ഒരു മോഡ്യൂളായിട്ട് നമുക്ക് കണക്കാക്കാം. So large programs can be broken down into small and manageable organized files. Those files will be called module. And furthermore, modules also provide reusability of code. കാരണം നമ്മളിപ്പോൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഒരു മോഡ്യൂൾ എഴുതിയെന്ന് വിചാരിക്കാം. ആ മോഡ്യൂളിലുള്ള ഫങ്ഷൻസ് നമ്മൾ പിന്നീട് മറ്റൊരു മോഡ്യൂളിൽ എഴുതേണ്ട ആവശ്യമില്ല. പകരം I can import those functions from the previous module into my current module. So what we do is we define our most used functions in a module and then we import it instead of copying their definitions into different programs. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം ഒരു മോഡ്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള പ്രോഗ്രാംസിലെല്ലാം ഈ മോഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ വീണ്ടും വീണ്ടും ഈ ഫങ്ഷൻസ് എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വിച്ച് മീൻസ് ഐ ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് മൈസെൽഫ്. For example, I've written a group of Python functions for mathematical operations എന്ന് വിചാരിക്കാം. അതായത് addition, subtraction, multiplication, division, അതുപോലെ power, square root, etc. ഈ ഫങ്ഷൻസ് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻ എ മോഡ്യൂൾ കോൾ calculator.py. അപ്പോൾ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മോഡ്യൂൾ ഞാൻ എഴുതുമ്പോൾ അതിലും എനിക്കിപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ആ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. പകരം I can import the calculator module into this current module. എന്നിട്ട് ആ മോഡ്യൂളിലുള്ള സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. So each time we write a new Python program that uses addition or multiplication, for example, എനിക്ക് വീണ്ടും ആ ഫംഗ്ഷൻസ് എഴുതേണ്ട ആവശ്യമില്ല. I'll import the calculator module and reuse the functions from that module. So for example, I have a program print_sum.py where I need to add two numbers. അങ്ങനെയാണെങ്കിൽ I can use the add function inside the calculator module. In this case, the syntax ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മോഡ്യൂൾസ് കാണാൻ പറ്റും. On the left hand side we have the calculator.py module and on the right hand side you have the print_sum.py module. നമ്മൾ പൈത്തണിൽ എഴുതുന്ന ഓരോ ഫയലും we have to save that as .py files. പൈത്തൺ ഫയൽസ് ആയതുകൊണ്ട് .py ആയിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുന്ന എല്ലാ ഫയൽസും മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So calculator.py is one module and print_sum.py is a second module. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് എനിക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഐ ഹാവ് ഡിഫൈൻ ആഡ് ആൻഡ് ഡിഫൈൻ സബ്ട്രാക്ട്. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബേസിക്കലി റിട്ടേൺസ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ആൻഡ് സബ്ട്രാക്ട് റിട്ടേൺസ് ദ ഡിഫറൻസ്. ഇനി when I come to my print sum module, ഈ മോഡ്യൂളിൻ്റെ അകത്ത് ഐ വോണ്ട് ടു ആഡ് ടു നമ്പേഴ്സ്. അപ്പോൾ വീണ്ടും എനിക്ക് ആ ആഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ എം ഇമ്പോർട്ടിംഗ് ദ കാൽക്കുലേറ്റർ മോഡ്യൂൾ. അപ്പോൾ ഒരു മോഡ്യൂളിലേക്ക് മറ്റൊരു മോഡ്യൂളിനെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിലെ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മോഡ്യൂളാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ മോഡ്യൂളിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ്, ക്ലാസ്സസ്, വേരിയബിൾസ്, എനി കൈൻഡ് ഓഫ് കോഡ് ദാറ്റ് വി ഹാവ് ഇൻ ദാറ്റ് മോഡ്യൂൾ അതെല്ലാം നമ്മുടെ കറന്റ് മോഡ്യൂളിലേക്ക് അവർ ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യും. സോ ഹിയർ ഐ എം ഇമ്പോർട്ടിംഗ് കാൽക്കുലേറ്റർ. എന്നിട്ട് ഞാൻ ആസ് യൂഷ്വൽ ഐ എം ആസ്കിംഗ് ദ യൂസർ ഫോർ ടു നമ്പേഴ്സ്. നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാണ്. എന്നിട്ട് ഐ എം കോളിംഗ് ദി ആഡ് ഫംഗ്ഷൻ ഇൻസൈഡ് ദ കാൽക്കുലേറ്റർ മോഡ്യൂൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതാണ് പ്രിന്റ് ദ സം ഇസ് calculator.add of a, b. ഇവിടെ
നമ്മൾ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ് എല്ലാം ഈ മോഡ്യൂളിലേക്ക് ആഡ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ദോസ് ഫങ്ഷൻസ് ഡു നോട്ട് ബിലോങ് ടു ദിസ് പെർട്ടിക്കുലർ മോഡ്യൂൾ. ഈ ആഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിൻസം എന്ന് പറഞ്ഞ മോഡ്യൂളിന്റെ സ്വന്തമായിട്ടുള്ള ഫംഗ്ഷൻ അല്ല. ദാറ്റ് ആഡ് ഫംഗ്ഷൻ ആക്ച്വലി ബിലോങ്സ് ടു ദ കാൽക്കുലേറ്റർ മോഡ്യൂൾ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗിവ് ദ നെയിം സ്പേസ് ആൻഡ് ദെൻ ദ ഫംഗ്ഷൻ നെയിം. അപ്പോൾ നമ്മൾ ആദ്യം മോഡ്യൂളിന്റെ പേര് കൊടുത്തിട്ട് വേണം ഫംഗ്ഷന്റെ പേര് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ കാൽക്കുലേറ്റർ ഡോട്ട് ആഡ് ഓഫ് എ കമ ബി എന്ന് പറയുന്നത്. സോ ദാറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ദിസ് ആഡ് ഫംഗ്ഷൻ ബിലോങ്സ് ടു ദ കാൽക്കുലേറ്റർ മോഡ്യൂൾ. ഇങ്ങനെയായിരിക്കും നമ്മളൊരു സിമ്പിൾ ഇമ്പോർട്ട് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാൽക്കുലേറ്ററിന്റെ അകത്ത് നമുക്ക് സബ്ട്രാക്ട് ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വിൽ ബി സെയിം കാൽക്കുലേറ്റർ ഡോട്ട് സബ്ട്രാക്ട് ഓഫ് എ കമ ബി. ബാക്കി ഫംഗ്ഷൻ കോളിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വിൽ ബി സെൻഡിങ് ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ആ കാര്യത്തിലൊന്നും നമുക്ക് ഡിഫറൻസ് വരുന്നില്ല. ദി ഓൺലി തിങ് വി നീഡ് ടു റിമെമ്പർ ഇസ് ദാറ്റ് നമ്മൾ മറ്റൊരു മോഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ മോഡ്യൂളിന്റെ പേര് കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. So when you look at the import keyword, നമുക്ക് പൈത്തണിന്റെ ഏതൊരു സോഴ്സ് ഫയലും ഒരു മോഡ്യൂളായിട്ട് ഇമ്പോർട്ട് ചെയ്യാം using the import keyword. So when your interpreter encounters an import statement, ആ മോഡ്യൂളിനെ നമ്മൾ ഈ കറന്റ് മോഡ്യൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. We import the module if the module is present in the search path. അതായത് നമ്മൾ പറയുന്ന ലൊക്കേഷനിൽ ഈ മോഡ്യൂൾ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ മോഡ്യൂളിൽ നമ്മൾ ഈ കറന്റ് നെയിം സ്പേസിലേക്ക് ആഡ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. For example, import calculator basically brings the calculator module into your print sum module. Now, when you're using the module name, our module name ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യുമ്പോൾ we have to use the dot operator. For example, calculator dot add എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ it is calling the add function inside the calculator module. So, നമ്മൾ previously കണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫയലിനെ നമ്മൾ മറ്റൊരു ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. വിച്ച് മീൻസ് കാൽക്കുലേറ്റർ ഡോട്ട് പൈ എന്ന് പറയുന്ന മോഡ്യൂള് നമ്മുടെ ലോക്കൽ സിസ്റ്റമിൽ ഇരിക്കുന്ന ഒരു മോഡ്യൂളാണ്. അതായത് ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു മോഡ്യൂളാണ് കാൽക്കുലേറ്റർ ഡോട്ട് പൈ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾ. അതുകൂടാതെ പൈത്തൺ ഹാസ് എ ബഞ്ച് ഓഫ് സ്റ്റാൻഡേർഡ് മോഡ്യൂൾസ്. അതായത് ബിൽട്ടിൻ ആയിട്ട് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന ഒരുപാട് മോഡ്യൂൾസ് പൈത്തണിൽ അവൈലബിൾ ആണ് ഫോർ വേരിയസ് ഓപ്പറേഷൻസ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് വി ഹാവ് സംതിങ് കോൾഡ് ദ math.py. അതുപോലെ ഡേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ദ datetime.py. ഇനി നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട് ചെയ്യണം, ട്രിം ചെയ്യണം, അങ്ങനെ വല്ല പേർപ്പസ് ആണ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഐ കൻ യൂസ് ഫങ്ഷൻസ് ഫ്രം ദ movie.py മോഡ്യൂൾ. അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഡ്യൂൾസ് അവൈലബിൾ ഇൻ പൈത്തൺ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അതിൻ്റെ ഫ്രണ്ട് എൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതായത് മൗസ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുക, ടെക്സ്റ്റ് ബോക്സസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയോ ബട്ടൺസോ ചെക്ക് ബോക്സസോ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഓപ്ഷൻസിന് ഐ ഹാവ് ദ tkinter.py. അങ്ങനെ ഒരുപാട് മോഡ്യൂൾസ് പൈത്തണിൽ ബിൽട്ടിൻ ആയിട്ട് വരുന്നുണ്ട്. ആ മോഡ്യൂൾസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാം ഇൻ ആർ പൈത്തൺ പ്രോഗ്രാം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇമ്പോർട്ട് കീവേഡ് തന്നെയായിരിക്കും. നമുക്കിപ്പം ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂളിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഇമ്പോർട്ട് ഡേറ്റ് ടൈം, എന്നിട്ട് വി കൻ സേ ഇമ്പോർട്ട് ഡേറ്റ് ടൈം ഡോട്ട് strp ടൈം ഫോർ എക്സാമ്പിൾ. അതൊരു ഫംഗ്ഷനാണ് ഡേറ്റ് ടൈമിലത്തെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാൽക്കുലേറ്റർ ഡോട്ട് ആഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ മോഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാൻഡേർഡ് മോഡ്യൂൾസിലെ ഫംഗ്ഷൻസും ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു മോഡ്യൂളിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ മോഡ്യൂളിലുള്ള കണ്ടന്റ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ dir ഫംഗ്ഷൻ. അപ്പോൾ dir ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ വി കൻ ലിസ്റ്റ് ഓൾ ദ ഫംഗ്ഷൻ നെയിംസ് ഓർ ദ വേരിയബിൾ നെയിംസ് ഇൻസൈഡ് എ മോഡ്യൂൾ. നമുക്കൊരു റെഫറൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് റൺ ചെയ്തിട്ട് വി കൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഓൾ ഇസ് അവൈലബിൾ ഇൻസൈഡ് എ മോഡ്യൂൾ. dir മോഡ്യൂളിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന സെഷൻസിൽ കവർ ചെയ്യുന്നതായിരിക്കും. നോ, ഒരു സിമ്പിൾ ഇമ്പോർട്ടിന്റെ സിൻടാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഐ റൈറ്റ് ഇമ്പോർട്ട് കാൽക്കുലേറ്റർ, എന്നിട്ട് അതിലെ ഫംഗ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വി ആർ കോളിംഗ് ഇറ്റ് ആസ് കാൽക്കുലേറ്റർ ഡോട്ട് ആഡ്. നോ, ഇമ്പോർട്ട് തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അതായത് നമ്മുടെ പൈത്തൺ പ്രോഗ്രാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ മോഡിഫൈ ദി ഇമ്പോർട്ട് സിൻടാക്സ്. അതിൽ ആദ്യത്തെ ഒരു കേസാണ് ഇമ്പോർട്ട് ആസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അതായത്
നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മോഡ്യൂളിന് നമുക്ക് മറ്റൊരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മോഡ്യൂളിനെ നമുക്ക് റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ we can use the import as structure. For example, നമ്മൾ മാത്ത് എന്ന് പറയുന്ന മോഡ്യൂള് പൈത്തണിൽ ബിൽട്ട് ഇൻ ആയിട്ടുള്ള മോഡ്യൂളാണ്. അപ്പോൾ ആ മോഡ്യൂൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് വിളിക്കണമെന്നുണ്ടെങ്കിൽ, അത് പല റീസൺസിനായിരിക്കാം. ഒന്ന്, ഫോർ സിംപ്ലിസിറ്റി. സെക്കൻഡ്, മാത്ത് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നെയിം ചിലപ്പോൾ എൻ്റെ എക്സിസ്റ്റിംഗ് മോഡ്യൂൾ ഉണ്ടെങ്കിൽ, എൻ്റെ ഈ പ്രോഗ്രാമിൽ ഈ ഫയലിൽ മാത്ത് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദീസ് നെയിംസ് വിൽ ബി ക്ലാഷിംഗ്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരും. ആ ഒരു കേസിലും എനിക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി എനിക്ക് റീനെയിം ചെയ്യാം. വാട്ട് എവർ ദ റീസൺ, ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന മോഡ്യൂളിന് എനിക്ക് പുതിയൊരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗിവിംഗ് ഇറ്റ് ആസ് ഇമ്പോർട്ട് മോഡ്യൂൾ നെയിം ആസ് ദ ന്യൂ നെയിം. സോ ഇൻ ദിസ് എക്സാമ്പിൾ നമ്മൾ എഴുതുന്നത് ഇമ്പോർട്ട് മാത്ത് ആസ് എം. അതായത് നമ്മൾ പൈത്തണിന്റെ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ബിൽട്ട് ഇൻ മോഡ്യൂൾ ആയിട്ടുള്ള മാത്ത് മോഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. ബട്ട് ഈ ഒരു ഫയലിന്റെ അകത്ത് ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഇറ്റ് മാത്ത് വിൽ ബി കോളിംഗ് ഇറ്റ് എം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മോഡ്യൂളിന്റെ അകത്തുള്ള ഫംഗ്ഷൻസ് നമ്മൾ കോൾ ചെയ്യുമ്പോഴും നമ്മൾ മാത്ത് ഡോട്ട് ഫംഗ്ഷൻ ആയിരിക്കില്ല പറയുക, വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എം ഡോട്ട് ഫംഗ്ഷൻ നെയിം. സോ ഹിയർ മാത്ത് മോഡ്യൂളിന്റെ അകത്തുള്ള ഒരു വേരിയബിൾ ആണ് പൈ എന്ന് പറയുന്നത്. അപ്പം ഇഫ് ഐ വോണ്ട് ടു പ്രിന്റ് ദ വാല്യൂ ഓഫ് പൈ, ഞാൻ മാത്ത് ഡോട്ട് പൈ എന്നായിരിക്കില്ല എഴുതുക, ഐ ബി കോളിംഗ് ഇറ്റ് എം ഡോട്ട് പൈ. സോ ബേസിക്കലി വി ഹാവ് റീനെയിംഡ് ദ മാത്ത് മോഡ്യൂൾ ആസ് എം. അപ്പൊ അങ്ങനെ നമ്മൾ റീനെയിം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു അവോയ്ഡ് കൺഫ്യൂഷൻ ഓർ ടു ഷോർട്ടൻ ദ ലോങ് നെയിംസ്. ഇനി നമ്മൾ മാത്ത് എന്ന് പറയുന്ന വേരിയബിളിനെ അല്ലെങ്കിൽ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനെ നമ്മൾ റീനെയിം ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് അതിനെ മാത്ത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് റെക്കഗ്നൈസബിൾ ഇൻസൈഡ് അവർ ഫയൽ. അപ്പൊ അതുകൊണ്ട് മാത്ത് ഡോട്ട് പൈ എന്ന് എഴുതുന്നതിന് പകരം വി ഹാവ് ടു കോൾ ഇറ്റ് എം ഡോട്ട് പൈ. ഇങ്ങനെ റീനെയിം ചെയ്യുകയാണെങ്കിൽ you have to make sure that you use the new name inside that particular module. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു മോഡ്യൂളിനെ റീനെയിം ചെയ്യുമ്പോൾ നമ്മൾ പെർമനന്റ്ലി ആ മോഡ്യൂളിനെ റീനെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ റീനെയിം കൊടുത്തിട്ടുള്ള മോഡ്യൂൾ ഏതാണോ, ഏത് ഫയലിലാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ട് മാത്ത് ആസ് എം, ആ ഫയലിന്റെ അകത്ത് മാത്രമായിരിക്കും ഈ പുതിയ വേരിയബിൾ നെയിം അക്സെപ്റ്റബിൾ ആയിരിക്കാം. മറ്റൊരു ഫയലിൽ പോയിട്ട് നമ്മൾ മാത്ത് മോഡ്യൂളിനെ എം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിൽ ബി റോങ്. സോ മോഡ്യൂളിന്റെ പേര് നമ്മൾ പെർമനന്റ്ലി ചേഞ്ച് ചെയ്യുന്നില്ല, കറന്റ് ഫയലിന്റെ അകത്ത് മാത്രം നമുക്ക് അതിനൊരു പുതിയ പേര് കൊടുക്കാമെന്നേ ഉള്ളൂ. Another possibility that we have is the from import. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇമ്പോർട്ട് കീവേഡ് ഉപയോഗിക്കുമ്പോൾ ആ മോഡ്യൂളിനെ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബേസിക്കലി ബ്രിങ്ങിങ് ദി എൻറ്റയർ മോഡ്യൂൾ ഇൻ ടു അവർ കറന്റ് സ്കോപ്പ്. പക്ഷെ എനിക്കിപ്പോൾ ആ ഫുൾ മോഡ്യൂളിനെ കൊണ്ടുവരണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ മോഡ്യൂളിലെ ഒരു ഫംഗ്ഷൻ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഒരു വേരിയബിൾ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, അങ്ങനെയാണെങ്കിൽ ആ ഫുൾ മോഡ്യൂൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ കേസിൽ ഐ ക്യാൻ ഗിവ് ദ ഫ്രം ഇമ്പോർട്ട് സ്ട്രക്ചർ. ഫ്രം ഇമ്പോർട്ട് സ്ട്രക്ചറിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? ഫ്രം മോഡ്യൂൾ നെയിം ഇമ്പോർട്ട് ദ ഫംഗ്ഷൻ ഓർ ദ വേരിയബിൾ നെയിം. അതായത് ഏത് ഫംഗ്ഷൻ ആണോ ഞാൻ ഈ മോഡ്യൂളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഏത് വേരിയബിൾ ആണോ എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷൻ മാത്രം ഞാൻ ഇമ്പോർട്ട് ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം അതിന്റെ പേരന്റ് മോഡ്യൂൾ കൊടുക്കണം, saying that calculator എന്ന് പറഞ്ഞ മോഡ്യൂളിന്റെ അകത്ത് നിന്ന് I am bringing only the add function. അത് പറയാൻ വേണ്ടിയായിരിക്കും നമ്മൾ എഴുതുന്നത് from calculator import add. സോ കാൽക്കുലേറ്ററിൽ എത്ര അധികം ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, പകരം I only bring the add function into this scope. So if you want to import specific names from a module without importing the module as a whole, അങ്ങനെയാണെങ്കിൽ I can give from module import the function name or the variable name. ആൻഡ് അങ്ങനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പിന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൽ മോഡ്യൂൾ നെയിം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പ്രീവിയസ് കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു വി ഹാവ് ടു സേ മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരുന്നത്, ബിക്കോസ് പൈ എന്ന് പറയുന്ന വേരിയബിൾ ബിലോങ്സ് ടു ദ മാത്ത് മോഡ്യൂൾ. പക്ഷെ ഈ കേസിൽ നമ്മൾ മോഡ്യൂൾ നെയിം പിന്നെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ മോഡ്യൂളിന്റെ അകത്തുനിന്ന് പൈനെ നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്ത പോലെ ആയിരിക്കും അത് വർക്ക് ചെയ്യുക. സോ ഇനി എനിക്ക് പൈന്റെ വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ കൻ ജസ്റ്റ് സേ പ്രിന്റ് പൈ, മാത്സ് ഡോട്ട് പൈ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ ഹിയർ ഓൺലി ദ പൈ ആട്രിബ്യൂട്ട് ഇസ് ഇമ്പോർട്ടഡ് ഫ്രം ദ മാത്സ് ഡോട്ട് പൈ മോഡ്യൂൾ. ആ ഒരു കേസിൽ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ അങ്ങനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട്സിന്റെ പേരെല്ലാം നമുക്ക് കോമ ഉപയോഗിച്ചും സ്പെസിഫൈ ചെയ്യാം. സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ സേയിങ് ഫ്രം മാത്ത് ഇമ്പോർട്ട് പൈ കോമ ഇ.
അതായത് മാത്ത് മോഡ്യൂളിലെ 2 വേരിയബിൾസ് ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആ 2 വേരിയബിൾസ് മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. ഫുൾ മോഡ്യൂൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഐ കൻ സേ പ്രിന്റ് പൈ ആൻഡ് പ്രിന്റ് ഇ. ഇത് maths.e എന്ന് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. Another possibility is the from import star structure. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ആ മോഡ്യൂളിനെ കൊണ്ടുവരുന്നതിന് പകരം ആ മോഡ്യൂളിലെ എല്ലാ ഫങ്ഷൻസും എല്ലാ വേരിയബിൾസും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതായത് മോഡ്യൂളിന്റെ പേര് കൊണ്ടുവരുന്നില്ല, പകരം അതിലുള്ള എല്ലാ ഡെഫിനിഷൻസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ we can give the from module name import star structure. അതായത് മോഡ്യൂളിന്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്ന പോലെ ആയിരിക്കും അത് ഇംപ്ലിമെന്റ് ആകും. സോ മോഡ്യൂളിന്റെ അകത്ത് എത്ര ഫങ്ഷൻസ് ഉണ്ടെങ്കിലും എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. അതായത് മാത്തിന്റെ അകത്ത് നമുക്ക് ഒരുപാട് ഫങ്ഷൻസും വേരിയബിൾസും ഉണ്ട്. വി ഹാവ് ദ പൈ വേരിയബിൾ, ഇ വേരിയബിൾ, അതുപോലെ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, ഇതെല്ലാം നമ്മൾ ഈ കറന്റ് മോഡ്യൂളിലേക്ക് ആഡ് ചെയ്യുമായിരിക്കും. So basically we have imported all the definitions from the math module. This means all the names inside our scope except those beginning with an underscore. Underscore എന്ന് പറയുന്നത് പ്രൈവറ്റ് വേരിയബിൾസ് ആണ്. പ്രൈവറ്റ് മോഡ്യൂൾസിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് വേരിയബിൾസിനെ നമ്മൾ മോഡ്യൂളിന്റെ അകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യില്ല. ബട്ട് അതല്ലാത്ത എല്ലാ മോഡ്യൂൾസിനെയും എല്ലാ ഫംഗ്ഷൻസിനെയും എല്ലാ ഡെഫിനേഷൻസിനെയും നമ്മൾ കറന്റ് പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്നത് is not exactly a good programming practice. കാരണം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഡെഫിനിഷൻസ് വരാം, ആവശ്യമില്ലാത്ത കുറേ മോഡ്യൂൾസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും ടെക്നിക്കലി ഇറ്റ് ഈസ് പോസിബിൾ ടു ഇമ്പോർട്ട് എവറിഥിങ് ഫ്രം എ മോഡ്യൂൾ. സോ ഇമ്പോർട്ടിംഗ് എവറിഥിങ് ഇസ് നോട്ട് എ ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. ഇറ്റ് ഓൾസോ ഹാമ്പേഴ്സ് ദ റീഡബിലിറ്റി ഓഫ് ആർ കോഡ്. കാരണം ഈ ഒരു വേരിയബിൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയില്ല. മുമ്പത്തെ കേസിലൊക്കെ നമുക്കറിയാം പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ എടുത്തിട്ടുള്ളത് മാത്തിന്റെ അകത്തു നിന്നാണെന്ന് അറിയാം. ഒന്നില്ലെങ്കിൽ നമ്മൾ math.py എന്നായിരിക്കും അത് എഴുതുന്നത്, അല്ലെങ്കിൽ വിൽ ബി സെയിങ് ഫ്രം മാത്ത് ഇമ്പോർട്ട് പൈ. പക്ഷെ ഈ കേസിൽ വി ആർ സെയിങ് ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. അപ്പോൾ എന്തൊക്കെ ഫംഗ്ഷൻസും വേരിയബിൾസും മാത്ത് മോഡ്യൂളിന്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണമെന്നില്ല. വിച്ച് മീൻസ് യുവർ പ്രോഗ്രാം വിൽ ബി വെരി കൺഫ്യൂസിങ് വെൻ യു റീഡ് ഇറ്റ്. അങ്ങനെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ ഫുള്ളായിട്ട് ആസ്ട്രിക്സ് ഉപയോഗിച്ച് ഫുൾ മോഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ബട്ട് ഈവൻ ദെൻ syntactically it is possible to do so. Thank you for listening.